കാരത്തൂർ അജ്മീർ ഉറൂസും മർക്കസ് 36-ാം വാർഷിക സമ്മേളനവും ഡിസംബർ 22 മുതൽ 27 വരെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം. നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ ചേരാറുണ്ട് അല്ലേ? അപ്പോൾ കാരത്തൂർ അജ്മീർ ഉറൂസും മർക്കസിൻ്റെ 36-ാം വാർഷികമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു പരിപാടിയുടെ അനൗൺസ്മെൻറ്റ്, അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നിങ്ങളെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവിടെ നമ്മൾ കൂടിയിട്ടുള്ളത്. ഈ പരിപാടിയുടെ കൺവീനർ അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും പരിപാടിയുടെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും കടമയാണ്. കൂടെ നിങ്ങളതും എൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം തീർച്ചയായിട്ടും. എന്നാലും റഫ്യൂസ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. നമ്മുടെ ചീഫ് കോർഡിനേറ്ററാണ് പുള്ളി. നമ്മുടെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള കാരത്തൂരിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥാപനം കാരത്തൂർ മർക്കസ്, വിവിധങ്ങളായ മത ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളും അവിടെ വർഷങ്ങളായി നടന്നു വരുന്ന അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു അവരുടെ പേരിലുള്ള ഉറൂസിൻ്റെ സംഘാടക സമിതിയുടെയും ഭാരവാഹികളാണ്. എല്ലാ വർഷവും വളരെ വിപുലമായ രൂപത്തിലാണ് അജ്മീർ ഖാജ അവരുടെ ഉറൂസ് അവിടെ സംഘടിപ്പിച്ചു വരുന്നത്. വളരെ ഒരു പ്രത്യേകത എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യയുടെ സുൽത്താൻ എന്ന പേരിൽ എല്ലാ മതവിഭാഗങ്ങളും വളരെയധികം ആദരവോടും ബഹുമാനത്തോടു കൂടിയും കാണുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ഹസ്രത്ത് ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീരി എന്ന് പറയുന്ന മഹാൻ വ്യക്തിത്വം. അവരുടെ ഉറൂസിൻ്റെ ഭാഗമായി അറബ് മാസപ്രകാരം റജബ് 1 മുതലാണ് അജ്മീറിൽ ദർഗയിൽ വിപുലമായ രൂപത്തിൽ പരിപാടികൾ നടക്കാറുള്ളത്. അതേ ദിവസങ്ങളിലും സമയങ്ങളിലും സന്ദർഭങ്ങളിലുമാണ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള കാരത്തൂരിൽ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിലും വളരെ വിപുലമായ രൂപത്തിലുള്ള ഉറൂസ് പരിപാടികൾ നടക്കുന്നത്. അതിനോടനുബന്ധമായി അജ്മീർ ദർഗാ ഷരീഫിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വളരെ പവിത്രമായൊരു പതാക 22-ാം തീയതി വാനിലേക്ക് കോഴിക്കോട് ഖാദി ഉയർത്തുന്നതോടു കൂടിയാണ് 6 ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമാകുന്നത്. പരിപാടികളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെയും അതുപോലെ തന്നെ മത, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിലുള്ള ഉന്നത വ്യക്തിത്വങ്ങളൊക്കെ സംബന്ധിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ഉറൂസിനോടനുബന്ധമായിക്കൊണ്ട് വിവിധങ്ങളായ മജ്ലിസുകൾ അവിടെ നടത്താറുണ്ട്. സദസ്സുകൾ, ദിക്ർ ഹൽക്ക, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, അതുപോലെ അവിടെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ. ഈ പ്രാവശ്യം പ്രത്യേകമായ ഒരു പദ്ധതി എന്ന രൂപത്തിൽ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ യുവാക്കളിലൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന അസാൻമാർഗ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെയും വരും തലമുറയും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഫേസ് ടു ഫേസ് എന്നൊരു പ്രത്യേകമായൊരു പദ്ധതി, ഒരു പരിപാടി നമ്മുടെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കുന്നത്. അതൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി നിങ്ങളൊക്കെ അത് പബ്ലിഷ് ചെയ്യുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും നിങ്ങളുടെ സഹകരണം മീഡിയയുടെയും അതുപോലെ തന്നെ അതിലൊക്കെ പങ്കാളിത്തം കൊണ്ട് എല്ലാ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാവണമെന്നും ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പതാക ഉയർത്തൽ കർമ്മം കഴിഞ്ഞതിന് ശേഷം ഉദ്ഘാടന സമ്മേളനം നമുക്കറിയാം പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവர்களാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. തുടർന്ന് മതപണ്ഡിതന്മാരും സാമൂഹിക രംഗത്തുള്ള വ്യത്യസ്തന്മാരായിട്ടുള്ള പ്രമുഖരായ ആളുകളൊക്കെ സംബന്ധിക്കുന്ന ചടങ്ങ് വൻ വിജയമാക്കി തരണമെന്ന് എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ അവിടെ സമാപന സമ്മേളനത്തിലും ധാരാളം വ്യക്തിത്വങ്ങൾ, നമ്മുടെ പ്രാദേശികമായും മറ്റുമൊക്കെയുള്ള നേതാക്കളൊക്കെ സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ സമാപനത്തോടനുബന്ധിച്ച് അതിൻ്റെ 27-ാം തീയതി നടക്കുന്ന പ്രാർത്ഥനാ മജ്ലിസ്, ആയിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും സംബന്ധിക്കുന്ന പ്രത്യേകമായ ദുആ മജ്ലിസ്, അതിനുവേണ്ടി ഈ മർക്കസ് സ്ഥാപനങ്ങളുടെ മുഖ്യ രക്ഷാധികാരിയും ചെയർമാൻ കൂടിയായിട്ടുള്ള ഹസ്രത്ത് മുഹമ്മദ് മുഹിയുദ്ദീൻ ഷാ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാർത്ഥനാ മജ്ലിസിലും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവണം. അതിനോടനുബന്ധമായി ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ അന്നദാന വിതരണവും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിലേക്ക് നിങ്ങളുടെയൊക്കെ സഹകരണവും സഹായവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഒന്നുകൂടി പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട റഷാദി അവരുകളെ ക്ഷണിക്കുന്നു.
അറിയാവുന്ന പോലെ വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അജ്മീർ എന്നുള്ളത്. അവിടെ സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അവിടെ. അവരെ ചരിത്രങ്ങൾ കാര്യങ്ങൾ വളരെ വിശദമായി നമുക്ക് പറയേണ്ടതുണ്ട്. ഇറാനിലെ സിജിസ്ഥാൻ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മമുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ഖരീബ് നവാസ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അതായത് പാവങ്ങളുടെ പടത്തലവൻ, അല്ലെ പാവങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിരുന്നത് പ്രബോധന രംഗത്ത് ആളുകളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി ദീർഘകാലം ചെലവഴിച്ച ഒരു വ്യക്തിത്വം. അതേപോലെ അദ്ദേഹത്തെ സമീപിക്കുന്നവർക്കൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഭക്ഷണം വിതരണം ചെയ്യുക, അന്നം കൊടുക്കുക എന്നുള്ളതായിരുന്നു മൂപ്പരുടെ ഏറ്റവും വലിയൊരു മുഖമുദ്രയായിട്ട് കണ്ടിരുന്നത്. അങ്ങനെയുള്ള വളരെ വിശദമായ ചരിത്രത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ജീവചരിത്രം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ മർക്കസിൽ നമ്മുടെ ഉപ്പാപ്പാൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടികൾ അത് തന്നെയാണ്. അവിടെ നിരന്തരം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വിഷമങ്ങൾ കാര്യങ്ങൾ അവർക്കൊക്കെ വേണ്ട ആത്മീയമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക. മാത്രമല്ല അജ്മീർ ദർഗയുടെ അവിടുത്തെ നടത്തിപ്പ് സമിതിയിൽ ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഇവിടെ ഹസ്രത്ത് മുഹമ്മദ് മൊയ്തീൻ ഷാ എന്ന് പറയുന്ന ആ വ്യക്തിത്വം. നിങ്ങളുടെ സ്റ്റൈലിനെ പുതുക്കാൻ ഒരു പുതുമയുമായി ഹല ഫാഷൻ പൊന്നാനി CV ജംഗ്ഷൻ MI ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. കുട്ടികളുടെ ഡ്രസ്, വെഡ്ഡിംഗ് ചുരിദാർ, ബിറ്റാൻ മെറ്റീരിയൽസ്, ഓഫീസ് വെയർ, ജീൻസ്, മാക്സി, ഷോൾ തുടങ്ങി വൈവിധ്യമാർന്ന ഡിസൈനുകളോടെ പുതുപുത്തൻ കളക്ഷനുമായി ഹല ഫാഷൻ CV ജംഗ്ഷൻ MI ടവർ പൊന്നാനി.